അതെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള കൊണിസ്റ്റ് യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം തീർന്നു എന്നൊക്കെ വിചാരിച്ച് 25 ലക്ഷം കോടി ഡോളറൊക്കെ ഇറാന് കിട്ടി എന്നൊക്കെ വിചാരിച്ച് സാധാരണ ഒരു പ്രശ്നം ഉണ്ടായി. രണ്ടാൾക്കാർ തമ്മിൽ 2 പ്രശ്നം ഉണ്ടായി. ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാളെ അടിച്ചു. അടിയും കുലുമാലെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ അടിച്ച ആൾ പറയുന്നു, മതി, കഴിഞ്ഞത് കഴിഞ്ഞു, ഞാനൊരു കോടി അങ്ങ് തരാം. മതിയില്ലേ? പിന്നെയും പക വെച്ച് നടക്കുമാരെങ്കിലും ആ 1 കോടിയും വാങ്ങി പുട്ടടിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ സമാധാനപരമായി ജീവിക്കാമെന്നല്ലാതെ. പക്ഷേ ഇറാൻ അവനൊരു വേറെ തന്നെ സാധനമാണ്. എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അതായത് ഇത്രയും വലിയൊരു തുക, 300 ബില്യൺ 25 ലക്ഷം കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഏതോ ഒരു സിംഗപ്പൂരിലെയോ ഹോങ്കോങ്ങിൻ്റെ ഏതോ ഒരു കപ്പൽ എന്തോ ഒരു വഴി തെറ്റിച്ചു പോലും. ഇങ്ങനെ പോകാനാണ് പോലും എല്ലാവരോടും പറഞ്ഞത് നേരെ. അപ്പോൾ ഇറാൻ പറഞ്ഞ നേരെ പോകാണ്ട് ഇവർ ഇങ്ങനെ ഇലൂട്ടേറ്റം പോയി പോലും അപ്പടത ബോംബടിച്ച് ആ കപ്പലിൻ്റെ എന്തോ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ പൊട്ടി തകർന്നു. അപ്പം തന്നെ അവർ ട്രംപേട്ടനെ വിളിച്ച് അറിയിച്ചു, വലിയേട്ടനെ വിളിച്ച് അറിയിച്ചു, വലിയേട്ട ഇവരിങ്ങനെ അടിയും പിടിയെല്ലാം പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. വലിയേട്ടൻ പറഞ്ഞു, ഇവന്മാരോട് പറഞ്ഞിട്ട് തീരുന്നില്ല അല്ലേ, ഇവന്മാർക്ക് ഇട്ടിക്കണ്ടപ്പന്മാർക്ക് കിട്ടിയത് പോരാന്ന് പറഞ്ഞിട്ട് വലിയേട്ടൻ അപ്പം തന്നെ കുറച്ച് മറ്റേ ബോംബും മിസൈലൊക്കെ കൊണ്ടുവന്നിട്ട് ടെഹ്റാനിലും സംഭവത്തൊക്കെ ഇട്ടു. അപ്പോൾ അപ്പം തന്നെ മറ്റവൻ ഇറാൻ അവിടെ ബഹ്റൈനിലും മറ്റിടത്തൊക്കെ കൊണ്ടുപോയി വീണ്ടും പൊട്ടിച്ചു. ഇതെല്ലാം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ പണ്ടാരോ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലും കയപ്പുണ്ട് ഇവരെല്ലാവരെയും കൂടി പുത്തരിക്കണ്ടം മൈതാനത്ത് നിർത്തുക. കുറച്ച് ഇറാനിൽ ആർക്കെങ്കിലും അടി കഴിയേണ്ട അവരെയും ഇപ്പുറത്താറിലുള്ള ഇവരെയും. എന്നിട്ട് ഇവന്മാർ തമ്മിൽ അടിച്ചങ്ങ് തീർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരും ഒന്നും അനുഭവിക്കണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും നമ്മളെ കാര്യങ്ങളിൽ എന്തെല്ലാം സ്റ്റോക്കും മാർക്കറ്റും വിവരങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ പെട്ടെന്ന്, കാരണം കഴിഞ്ഞ ആഴ്ചയല്ലേ ഈ ഹംക്കുകൾ പറഞ്ഞത് അടിയും പിടിയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ഒത്തീർപ്പായിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബോണ്ട് സ്റ്റോക്കിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ഇക്വിറ്റി മിഡ് ക്യാപ്പ് മാർക്കറ്റിൽ ഇട്ടിരുന്നു. ഈ ഇട്ട സാധനം തിന്നിട്ട് പെട്ടെന്ന് 10-20,000 രൂപയെല്ലാം ബും എന്നിട്ടൊന്നും കാണുന്നില്ല. അപ്പുറം ഇപ്പുറമെല്ലാം മാറിയിട്ട് ആകെ കൂടെ ഒരു ബഹളം. നോക്കുമ്പോൾ എന്താ അന്നേരം കാണുന്നത്, ഇവന്മാർ അപ്പുറത്തും ഇപ്പുറത്തും വീണ്ടും പൊട്ടിക്കൽ തുടങ്ങിയിരുന്നു. ഇതെല്ലാം എത്തിച്ചേരുന്ന നേരത്തേക്കാ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരുടെ നെഞ്ചത്തേക്കാണ് ഇവന്മാരുടെയൊക്കെ ബോംബ് വന്നിട്ട് വീഴുന്നത്. നമ്മുടെ നാട്ടിൽ കുറേ 28കളുണ്ട്, നോൺസെൻസുകളുണ്ട്, പറയും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല, ഒന്നും നമ്മളെ ബാധിക്കില്ല. എന്നിട്ട് 500 രൂപ 1000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഗ്യാസ് 2000 രൂപയ്ക്ക് വാങ്ങാൻ പോകണം. അന്നേരം പറയും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അപ്പോൾ എന്തുതന്നെ ആയാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ വിഷയം ഞാൻ ഉപേക്ഷിച്ചായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, ഇവരിങ്ങനെ അടി കഴിഞ്ഞാൽ ഇവർ ഈ പ്രശ്നങ്ങൾ തീർക്കാത്തത്തോളം കാലം നമുക്കിതുമായിട്ട് മുന്നോട്ട് പോയല്ലേ പറ്റൂ, അല്ലേ? അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ സിറ്റുവേഷൻ ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ ഹൊർമൂസിൽ തന്നെയാണ് ഉള്ളത്. ഇറാന് എല്ലാവർക്കും ഒരു അല്ലെങ്കിൽ അവിടെയുള്ള ആധിപത്യം, ഇറാൻ ആദ്യമേ പറയുന്ന കാര്യത്തിനാണ് ഇപ്പം പറയുന്നത്, ഈ ഹൊർമൂസിലുള്ള ആധിപത്യം ഇത് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ, നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തൊരു അരുവി പോകുന്നു. ആ അരുവിയിലൂടെ ആൾക്കാർ വന്നിട്ട് പണ്ട് മുതലേ കുളിക്കാറുണ്ട്. പക്ഷേ നിങ്ങളവിടെ ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മുമ്പ് കുളിക്കാൻ പാടില്ല, കുളിക്കുന്ന ആളെല്ലാം നമ്മൾ വെടിവെച്ചിടുന്നു. തെറ്റാണ്. പക്ഷേ നമ്മളൊരു നിയമം കേട്ടിട്ടുണ്ടാവും, 25 വർഷത്തിന് മേലെ ഒരാൾ നമ്മളെ വീടിൻ്റെ മുന്നിലൂടെ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ ആ വഴിയിൽ ഉപയോഗിക്കുന്ന ആൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കേസാണിത്. അപ്പോൾ ഇതാണ് വാർത്ത. വീണ്ടും ആക്രമണം നടന്നതോടെ ഇറാൻ അമേരിക്ക സമാധാന നീക്കം പ്രതിസന്ധിയിൽ. വെളുപ്പിന് ഇറാൻ നഗരത്തിന് നേർക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ബഹ്റൈനിലെ US സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ തിരിച്ചടി നടത്തി. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട ഇറാന്റെ 2 ഡ്രോണുകൾ US സേന വെടിവെച്ചിട്ടതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസിൽ ബദൽ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഹോർമുസ് നടത്തിപ്പിനുള്ള ഭാവി സംവിധാനം ഒരുക്കാൻ ഒമാനുമായി ചർച്ച നടത്തുമെന്ന് ഇറാനും അറിയിച്ചു. ഇക്കാര്യത്തിൽ മേഖലയിലെ അയൽ രാജ്യങ്ങളുടെ കൂടി അഭിപ്രായമാരായുമെന്നും ഇറാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കി. US മധ്യസ്ഥതയിൽ രൂപം നൽകിയ ഇസ്രായേൽ ലെബനൻ കരാർ അംഗീകരിക്കില്ലെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. സന്തോഷം. MC നാസർ വിശദാംശം.
അപ്പോൾ ഇതിൽ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ അടി തുടങ്ങുന്നത് തന്നെ ഇത് പെട്ടെന്നുണ്ടായ ഒരു കാരണം കൊണ്ടല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മുതൽ ഉണ്ടായിട്ടുള്ള വംശീയ കൊലകളിൽ നിന്ന് ചില കൂട്ടരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ചില യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൈ എടുത്തു എന്ന് മനസ്സിലാക്കി അക്കൂട്ടർ സോക്കോൾഡ് പലസ്തീൻ്റെ അതിർത്തിയിൽ വന്ന് കുറച്ച് സ്ഥലം പൈസ കൊടുത്ത് മേടിച്ചിട്ടും പിന്നെ ലോക രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലവും അവർക്കൊരു കുടിയേറ്റക്കാരെ പോലെ അവരെ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്യുകയും പിന്നീട് അത് അവർക്ക് മാത്രം അവകാശപ്പെട്ട ഭൂമിയാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തികൾ വിപുലീകരിച്ച് യുദ്ധങ്ങളിലൂടെ ആക്രമണങ്ങളിലൂടെ വിപുലീകരിച്ച് വലുതാക്കി കൊണ്ടുവന്നു. അതൊരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഈ ആക്രമണങ്ങൾക്കൊക്കെ ഓരോ സമയത്തും വളരെ ആർജവത്തോടുകൂടി ശബ്ദിക്കുന്ന ഒരേ ഒരു രാജ്യമായി ഇറാൻ ഒറ്റപ്പെട്ട് കിടക്കുന്നുമുണ്ട്. അതിനു പുറമെ അമേരിക്ക കഴിഞ്ഞ 35-40 വർഷങ്ങളായിക്കൊണ്ട് പല പേരുകളിലുള്ള സാങ്ഷനുകൾ കൊണ്ട് ഇറാൻ്റെ എത്രയോ ദശലക്ഷം കോടി ഡോളറുകൾ ഫ്രീസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവരുമായി വിനിമയം നടത്തുന്ന ആർക്കും അമേരിക്ക അതുപോലെ തന്നെയുള്ള സാങ്ഷനുകൾ ഏർപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളായ ചൈനയും റഷ്യയുമായി കൊണ്ട് അമേരിക്ക ബദ്ധവൈര്യത്തിലായിരുന്നു. ഇത്രയും കാലം നമ്മൾ കണ്ട സിനാരിയോ അതാണ്. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയ മുതൽ റഷ്യ അവരുടെ ടെക്നോളജി കൊണ്ടും ചൈന അവരുടെ ടെക്നോളജി പ്ലസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊണ്ടും ഇറാനെ എല്ലാ വിധത്തിലും സഹായിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും കൂടെ നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെ അമേരിക്ക ഇറാനെ മാത്രം ഡയറക്റ്റ് ഉള്ള വാറിൽ മറുഭാഗത്ത് ചൈനയ്ക്കും റഷ്യക്കുമുള്ള വാണിംഗ് എന്ന നിലക്ക് വൻ അത്യുഗ്രശേഷിയുള്ള ബോംബുകളായിരുന്നു ഇറാനിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത്. ഇറാനാണെങ്കിൽ സ്വന്തം രാജ്യം ലീഡേഴ്സ് മരിച്ചാലും സാരമില്ല, രാജ്യം നശിച്ചാലും സാരമില്ല, ഞങ്ങളുടെ ആദർശം അത് പണയം വെക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ബോംബും ഇതും ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞു. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, സ്പെയിന്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് ട്രംപ് അവസാനം ഒരു കരാറിന് റെഡിയായിക്കൊണ്ട് ഇരുന്ന സമയത്ത് പോലും ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തയ്യാറല്ല, ട്രംപ് പറയുന്നതൊന്നും കേട്ടിട്ട് മുന്നോട്ട് പോകാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ട്രംപ് ആർന്ന് കണാകുണ പറഞ്ഞാലൊന്നും ഇവിടുത്തെ യുദ്ധം തീരാൻ പോകുന്നില്ല. ട്രംപിനെ ഞങ്ങൾ യുദ്ധത്തിലേക്ക് വിളിച്ചത് ഇറാൻ ലോകത്തിന് തന്നെ ഒരു ഭീഷണിയായത് വളർന്നുകൊണ്ടിരിക്കുന്ന യുറാനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് കൊണ്ടും ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടും ഇറാനെ ഒതുക്കേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണെന്ന് വരുത്തി തീർത്തുകൊണ്ടായിരുന്നു ഇസ്രായേൽ അമേരിക്ക കൂടി ഈ യുദ്ധത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്. എന്നാലും അമേരിക്ക ഇപ്പം പറയുന്നു ഞങ്ങളിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, ഇറാനും സ്റ്റോപ്പ് ചെയ്യണം, ഇസ്രായേൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ലബനാൻ തകർക്കും. കാരണം ഞങ്ങൾ പലസ്തീൻ തകർത്തു, ഗസ തകർത്തു, ഇനി ഞങ്ങൾക്ക് തകർക്കാൻ വേറെ സ്ഥലമില്ല. ഞങ്ങളുടെ മുമ്പിലുള്ളത് അതിർത്തി ലാൻഡ് ബോർഡർ കൂട്ടാനുള്ളത് ഇനി ലബനാൻ്റെയാണ്. അപ്പോൾ ലബനാൻ ഞങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഞങ്ങൾ പല കാരണങ്ങളും പറയും, കസ്ബുള്ള പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ലബനാൻ ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കും. ഇവന്മാർക്ക് ഈ ഒരു കൂട്ടർക്ക് യുദ്ധം നിൽക്കരുത്, മനസ്സിലായില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോഴല്ലേ അത് സോൾവ് ആക്കാനും പ്രശ്നങ്ങൾ തീർക്കാനും ഇതൊക്കെ ആയിട്ട് ആൾക്കാർ വരും. അപ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കൊരു വാല്യൂ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയം നിലനിൽക്കണമെങ്കിൽ വിഷയങ്ങൾ വേണമല്ലോ. പൂർണ്ണമായ സമാധാനമായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുള്ളവർക്കൊന്നും റോളില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ. അവർക്ക് എന്നും വിഷയങ്ങൾ വേണം, എന്നും പ്രശ്നങ്ങൾ വേണം, എന്നും തീയും പുകയും വേണം. എന്നാൽ മാത്രമേ അവരുടെ നിലനിൽപ്പ് അവിടെ ഈസി ആയിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പറയുന്നത്? അവർ പറയുന്നത് ഞങ്ങളുടെ നിലനിൽപ്പിന് ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ എവിടെ യുദ്ധം നിർത്തുന്നതെന്ന് ഞങ്ങൾ ആരെങ്കിലും വന്നിട്ട് കൊല്ലുന്നതാണ് അവർ പേടിക്കുന്നത്. അവരങ്ങനെ ആരെയും പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവർ ഒരുപാട് കാലം അലഞ്ഞതിരിഞ്ഞ് നാടോടികളായിക്കൊണ്ട് ഒരു രാജ്യമില്ലാതെ അലഞ്ഞതിൻ്റെ വിഷമായിരിക്കും. സാധാരണ അങ്ങനെ അലഞ്ഞിരുന്ന ആൾക്ക് ഒരു രാജ്യം കിട്ടിയ സുഖമായിട്ട് ജീവിക്കാനാണ് നോക്കാൻ. ഇവർ നേരെ മറിച്ചിട്ടാണ്. ഇവർ ഇനി ഈ രാജ്യം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് ഇവർ വെച്ച് ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സെനാറിയോയിലുള്ള ഒരു സംഭവം. അതൊക്കെയാണ്. അപ്പോൾ ഈ വാർത്തയിലേക്ക് തന്നെ വീണ്ടും വരികയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകിയതാണ്. പിന്നീട് അതിന്റെ ഒരു ലംഘനം ഉണ്ടായത് ഏത് പോയിന്റിലാണ്, ആരാണ് അതിന്റെ ലംഘനം നടത്തിയത് എന്നൊരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ? ചരക്ക് കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് ഇറാനാണോ അതോ
മറ്റേതെങ്കിലും ശക്തികളാണോ? എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് MC? സൈഫുദ്ദീൻ, കാലുഷ്യത്തിന്റെയും ആശങ്കയുടെയും മണിക്കൂറുകളാണ് ഇപ്പോൾ പിന്നിടുന്നത്. കാരണം ഈ ഒരു ധാരണാപത്രം അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ രൂപപ്പെട്ടതോടുകൂടി ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച സംഘർഷത്തിൽ വലിയ തോതിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമസ് സ്വതന്ത്ര കപ്പൽപാതയായിട്ട് ഏറ്റവും ചുരുങ്ങിയത് അടുത്ത 2 മാസത്തേക്ക് നിലനിൽക്കുമെന്നും ഒരു വിധത്തിലുള്ള ആക്രമണങ്ങളോ ഭീഷണികളോ തങ്ങളുടെ ഭാഗത്തു നിന്ന് പരസ്പരം ഉണ്ടാകില്ല എന്നുകൂടി ഈ ധാരണാപത്രത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കയും ഇറാനും ഒപ്പുചാർത്തിയിട്ടുള്ള വ്യവസ്ഥകളിൽ വളരെ എടുത്തു തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം 2 ദിവസം മുമ്പ് അതിൻ്റെ ഇടയിൽ കൂടി ഒരു കാര്യം കൂടി പറയാം. ഈ അമേരിക്ക ഈ ഡീൽ ഉണ്ടാക്കിയിട്ട് ഈ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പം തന്നെ നമ്മളൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ലോകത്തിൻ്റെ പല മേഖലകളിൽ എന്നാണോ ഈ പീസ് ഡീലിൻ്റെ ചർച്ച നടക്കുന്നത് ആ സമയം മുതൽ അന്ന് നടക്കാൻ പോകുന്ന സമയത്ത് തന്നെ അമേരിക്കയിൽ മാത്രം 3 അമേരിക്കയുടെ മെയിൻ വിമാനങ്ങൾ തകർന്നു വീഴുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും വിമാനങ്ങൾ തകർന്നു വീഴുന്നു, റിഫൈനറികൾ കത്തുന്നു. ഈവൻ ചൈനയിലടക്കം വൻ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചൈന സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ട് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഇതിനൊന്നും ഒരു കണക്ഷൻ ലോകത്ത് എവിടെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ സമാധാന ഡീൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ വൻ ശക്തികളായിട്ടുള്ള ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഉറക്ക് നഷ്ടപ്പെടുന്ന പോലെയാണ്. സമാധാനം ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല. യുദ്ധം വേണം, നാശം വേണം, തീ കത്തണം, ബോംബ് പോകണം, മിസൈൽ പോകണം, എന്നാലേ അവരെ ബിസിനസ് നടക്കൂ എന്നുള്ള ഒരു കൂട്ടർ ലോകത്തിൻ്റെ എവിടെയോ ജീവിക്കുന്നു. അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു കൂട്ടം ആൾക്കാർ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നു എന്നുള്ളത് അമേരിക്കൻ ഇറാൻ സഖ്യം അല്ലെങ്കിൽ അവർ ആ ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ തീ ലോകത്തിൻ്റെ പല ഭാഗത്തും പടർന്നു എന്നും കൂടി ഇതുകൂടി കൂട്ടി വായിച്ചാലേ ഇതിൻ്റെ ലിങ്ക് മനസ്സിലാകും. കപ്പലിന് നേരെ ഹോർമസിൽ ആക്രമണം നടക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന് കാര്യമായിട്ടുള്ള നാശനഷ്ടം സംഭവിക്കുന്നു. സിംഗപ്പൂർ പതാക വഹിച്ച ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണ് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. തുടർന്നാണ് ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ ഇറാൻ ഹോർമസിനോട് ചേർന്നിട്ടുള്ള ഇറാൻ പ്രദേശങ്ങളിൽ അമേരിക്കൻ സേനയുടെ ആക്രമണം നടക്കുന്നത്. പ്രധാനമായിട്ടും ഡ്രോൺ, അതോടൊപ്പം തന്നെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ടവറുകൾക്ക് നേരെയുമായിരുന്നു ആക്രമണം നടന്നത്. കാര്യമായിട്ടുള്ള ഒരു തകർച്ചയോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി നടത്തി എന്നാണ് IRGCയുടെ രാവിലെ അവർ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. തുടർന്നാണ് ബഹ്റൈൻ്റെ ഒരു സ്ഥിരീകരണം വരുന്നത്. തങ്ങളുടെ മനാമയിലുള്ള US സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നതായിട്ട് ബഹ്റൈൻ സ്ഥിരീകരിച്ചു. അതിനെ പൂർണ്ണമായിട്ടും അപലപിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നു. തുടർന്ന് വീണ്ടും ഒരു കപ്പലിന് നേരെ കൂടി ഇന്ന് ആക്രമണം നടന്നു. വലിയ തോതിലുള്ള എണ്ണ കൊണ്ടുപോകുന്ന ഒരു കൂറ്റൻ ചരക്ക് കപ്പലിന് നേരെയായിരുന്നു ആക്രമണം. ആ കപ്പലിന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പൽ ജീവനക്കാരെ എല്ലാം സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് റിപ്പോർട്ട്. തുടർന്നാണ് ഈ പൊതുവായി ഇപ്പം ഒമാൻ സമുദ്ര തീരത്തോട് ചേർന്ന് അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റു വൻശക്തി രാജ്യങ്ങളും ചേർന്ന് ഒരു ബദൽ കപ്പൽ പാത രൂപപ്പെടുത്താനുള്ള നീക്കം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. UN മേൽനോട്ടത്തിൽ അതിലൂടെ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലുകൾക്ക് നീങ്ങാനുള്ള ഒരു അവസരമായിട്ടും അത് മാറിയിരുന്നു. പക്ഷേ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ അനുമതി കൂടാതെ ഹോർമുസിന്റെ ആ പ്രദേശത്തോടുകൂടി തങ്ങൾ നിർണയിച്ച പാതയിലൂടെ അല്ലാതെ പോകുന്ന ഏത് കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ സേന നൽകിയത്. അതിന്റെ ഒരു ഭാഗമായിരിക്കണം ഇന്ന് നടന്നിരിക്കുന്ന പുതിയ ഈ കപ്പൽ ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണ പ്രകാരം ഈ ഹോർമസിൽ തങ്ങളുടേതായിട്ടുള്ള സൈനിക സാന്നിധ്യം വളരെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള നീക്കവും ആക്രമണവുമാണ് ഇവിടെ തുടരുന്നത്. അത് അനുവദിക്കാനാവില്ല എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതേ സ്വഭാവത്തിൽ അതിനേക്കാളും കുറച്ചുകൂടി കടുപ്പത്തിലാണ് ഇറാൻ സേനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. കാരണം തങ്ങളുടേതായിട്ടുള്ള പരമാധികാരത്തിലുള്ള ഒരു കപ്പൽ പാതയാണിത്. ഒമാനുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീർപ്പിലേക്ക് തങ്ങൾ
എത്താനിരിക്കുകയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ആരായും അമേരിക്കയ്ക്ക് ഈ കപ്പൽ പാതയിൽ യാതൊരു അവകാശവുമില്ല. അവർ സൈനികമായിട്ട് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെ തുല്യ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഏറ്റവും അവസാനമായിട്ട് IRGC നൽകുന്നത്. ഈ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥ എത്ര കണ്ട് ഇതിനിടയിലാണല്ലോ ഇപ്പോൾ ഇന്ന് വെളുപ്പിന് ഇറാൻ നഗരത്തിന് നേർക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിന് പിന്നിൽ ഈ ആക്രമണം നടത്തിയത് അമേരിക്കയാണോ അതോ ഇസ്രായേലാണോ? ഇത് സംബന്ധിച്ച് എന്താണ് ഇറാൻ നൽകുന്ന വിശദീകരണം? ഒപ്പം അതിന് മറുപടിയായിട്ടാണ് ബഹ്റൈനിലേക്ക് ഇറാന്റെ തിരിച്ചടി എന്ന് വെച്ചാൽ ബഹ്റൈനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ തിരിച്ചടി ഉണ്ടായത്. അതിന്റെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? സൈഫുദ്ദീൻ സിറിക്ക് എന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുറമുഖ നഗരം കൂടിയാണ്. അവിടേക്കാണ് US സെൻട്രൽ കമാൻഡിന്റെ ആക്രമണം നടന്നത്. ആക്രമണം അരമണിക്കൂറിലേറെ നേരം നീണ്ടു നിന്നു. അതിന്റെ വീഡിയോ ചിത്രങ്ങളും. അതായത് ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഇന്നുണ്ടായ ഈ പ്രശ്നത്തിൻ്റെ കാതൽ ഉൽപ്പത്തിയിലേക്ക് തന്നെ പോകുന്നതാണ്. ഹോർമൂസ് അത് തന്നെയാണ് വിഷയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, യുദ്ധം എവിടുന്ന് തുടങ്ങി എവിടെ എത്തി എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ വാർ ആര് തുടങ്ങി എന്നുള്ളത് സംശയമില്ല, അമേരിക്ക ആൻഡ് ഇസ്രായേൽ. എന്തിന്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് യുദ്ധത്തിൻ്റെ അവസാനം. അങ്ങനെയാണല്ലോ, നമ്മൾ എന്തൊരു പ്രശ്നവും എങ്ങനെ തുടങ്ങിയാലും അതെങ്ങനെ തീരുന്നു എന്നുള്ളതാണ്. ഇത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഇസ്രായേലിന് വേണ്ടതും ഇറാനിന് പ്രതിരോധിക്കാൻ വേണ്ടതും ഒരു സംഭവം തന്നെയാണ്, യുദ്ധം. അതൊരു തരത്തിലും ഒഴിവാക്കുകയില്ല. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇറാൻ മിണ്ടാതിരുന്ന യുദ്ധം ഉണ്ടാകില്ല. പക്ഷേ ഇസ്രായേൽ എത്ര യുദ്ധത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ 100 ഇരട്ടിയിലേറെ പ്രതിരോധിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇറാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ സത്യാവസ്ഥ അതാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ അണുശക്തി ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയണം, യുറാനിയം സമ്പുഷ്ടീകരണം തടയണം, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നത് തടയണം എന്ന് പറഞ്ഞ് തുടങ്ങിയ കളി ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഹോർമൂസ് ഞങ്ങൾക്ക് വേണം എന്നുള്ള അമേരിക്കയുടെ വാശിമേലാണ്. കാരണം ഈ എല്ലാ ഡീലും കാര്യങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഈ ഹോർമൂസിലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ ഹോർമൂസിലുള്ള കൺട്രോൾ ഇറാൻ വിട്ടുകൊടുക്കണമെന്നാണ് അമേരിക്ക ഒരു തരത്തിൽ പറയുന്നത്. കാരണം അവരവിടെ എന്തോ ഒരു പ്രോട്ടോക്കോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഈ റൂട്ടിലാണ് പോകേണ്ടത് ആൾക്കാർ, മറ്റുള്ള റൂട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഇറാൻ ഒരു മാർഗരേഖ കൊടുത്തിട്ടുണ്ട്. ഈ മാർഗരേഖ ലംഘിച്ചുകൊണ്ട് സിംഗപ്പൂരോ ഏത് കപ്പലായാലും അവർ പോകുമ്പോൾ ഇറാൻ ചോദ്യം ചെയ്യും. കാരണം കപ്പൽ റൂട്ടിൽ ഇവർക്ക് ഇപ്പോൾ അവർ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ റോങ് റൂട്ടാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് ചെയ്തില്ല എന്ന് കണ്ടിപ്പോൾ ഇവർ ആക്രമിച്ചു. ആക്രമണം തീരുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ഇറാനിലും ആക്രമിച്ചു. അപ്പോൾ ഇവരെല്ലാം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്ന പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നതല്ല. യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. അത് അമേരിക്ക ഒരു ഭാഗത്തുനിന്ന് പീസ് ട്രീറ്റി, പീസ് ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി യുദ്ധമാണ് അമേരിക്കയും ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന് പിന്നെ അത് വേണ്ടത് അത് തന്നെയാണ്. ഇവർ സമാധാന ഡീൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇസ്രായേൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പരിപാടിക്കൊന്നുമില്ല, ലെബനാൻ ഞങ്ങളിങ്ങ് എടുക്കുക, സൗദാൻ ലെബനാൻ ആക്രമിച്ച് നശിപ്പിച്ച് ആ ഭൂമി ഞങ്ങൾ സ്വന്തമാക്കും, എന്നിട്ട് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ വലുതാക്കും എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പല സ്ഥലങ്ങളിലും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററും അല്ലാതെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ബിബിയും ആൾക്കാർക്ക് പറയേണ്ടി വരും. ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അമേരിക്ക ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് G8 സമ്മിറ്റിൽ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളോട് കൂടി നിന്നുകൊണ്ട് ഇറാന് ഞങ്ങൾ സമാധാനത്തിൽ ഒപ്പിടാൻ പോവുകയാണ്, സമാധാനം വരട്ടെ, പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ, ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ഇപ്പുറത്ത് വന്നിട്ട് വൻ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്ക. ശരിയായൊരു ഡബിൾ ഗെയിമാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്രയും പ്രൊവോക്ഡ് ആവുന്നത്. ഈ റൂട്ട്, ഈ ഹോർമൂസിലുള്ള സീ റൂട്ട്, ഷിപ്പ് റൂട്ട് ഒരിക്കലും അമേരിക്കക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും അതിലില്ല. അത് ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിക്കും. അതിന് ഇറാനും സംബന്ധിച്ച രാജ്യങ്ങളൊക്കെ കൂടി തീരുമാനമെടുക്കും തന്നെയാണ് ഇറാൻ ശക്തമായിട്ട് ഇന്നും പറയുന്നത്. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഇന്നുണ്ടായിരുന്ന പ്രോബ്ലംസിൽ അവർ പറയുന്നത്, ഈ ഒരു റൂട്ടിൽ
അമേരിക്കയല്ല, അമേരിക്കയുടെ മുത്തച്ഛൻ പോലും ഇതിൽ ഇടപെടേണ്ട എന്നുള്ള രീതിയിലാണ് അവർ ഇന്നും പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ കമാൻഡ് ഇന്ന് രാവിലെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തെ ഔദ്യോഗികമായി തന്നെ അമേരിക്ക സ്ഥിരീകരിച്ചു. കാരണം ഇന്നലെ വൈകിട്ടാണ് US പ്രസിഡന്റ് ട്രംപ് നേരത്തെ ഒരു കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം വ്യവസ്ഥയുടെ ലംഘനമാണ്, ധാരണാപത്രത്തിന്റെ ലംഘനമാണ്, അതുകൊണ്ട് ഏറ്റവും വിഡിത്തം നിറഞ്ഞ ഒരു നടപടിയാണിത്, ഇത് അംഗീകരിക്കാനാവില്ല എന്നൊരു പ്രതികരണം നടത്തിയത്. അതിന്റെ പിന്നാലെയാണ് ഇറാൻ നഗരത്തിന് നേരെ ആക്രമണം നടത്താനുള്ള ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയതെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ആക്രമണം വളരെ പരിമിതമായിരുന്നു. ഏതെങ്കിലും അർത്ഥത്തിൽ വ്യാപ്തിയുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഈ ആക്രമണം നീങ്ങുകയില്ല. അത് സമാധാന പ്രക്രിയയെ വലിയ തോതിൽ അട്ടിമറിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. വളരെ സമാധാനപരമായിട്ടുള്ളൊരു ആക്രമണമാണ് ഈ അമേരിക്ക നടത്തിയത്. അവർ ഇറാൻ ഇങ്ങനെ ഷിപ്പിനെ ആക്രമിച്ചതുകൊണ്ട് അമേരിക്ക പ്രസിഡന്റ് അവർക്കൊരു ലെസൺ കൊടുക്കുക എന്നുള്ള രീതിയിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ആക്രമണമാണ് അവർ കൊടുത്തതെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സമാധാനപരമായിട്ട് ഒരു ആക്രമണം ഉണ്ടോ? ബോംബിട്ടുകൊണ്ടാണോ സമാധാനം പറയുന്നത്? ഇപ്പോൾ അമേരിക്കയും ഇറാനും പരോക്ഷമായിട്ടാണെങ്കിലും വ്യക്തമാക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും പാകിസ്ഥാനും അതേ നിലപാട് തന്നെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ 2 ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഈ സാങ്കേതിക തല ചർച്ച പുനരാരംഭിക്കേണ്ടത്. ആ ചർച്ചയ്ക്ക് പിന്നാലെ ആണവ വിഷയം ഉൾപ്പെടെയുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്കും ധാരണയിലേക്കും വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ 2 മാസ കാലയളവിനുള്ളിൽ ഒരു അന്തിമ കരാറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ആ സമാധാന നീക്കം മുന്നോട്ട് പോകണമെന്നാണ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ ഹോർമുസ് ഇങ്ങനെ കലുഷിതമായി തുടരുന്നത്, അവിടെ സംഘർഷവും ഏറ്റുമുട്ടലും തുടരുന്നത് തീർച്ചയായിട്ടും ഈ പ്രക്രിയയെ ബാധിക്കും. അതോടൊപ്പം തന്നെയാണ് ലെബനാനിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ ഒരു പുതിയ കരാർ, ഒരു ഫ്രെയിംവർക്ക് കരാറിന് രൂപം നൽകിയിട്ടുണ്ട്. ലെബനാനും ഇസ്രായേലുമാണ് ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷേ ആ കരാർ പൂർണ്ണമായിട്ടും തങ്ങൾ നിരാകരിക്കുന്നതായി ഹിസ്ബുല്ല മേധാവി അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ലെബനാന് നേർക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ ഏകപക്ഷീയമായി തന്നെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ IRGC നൽകിയിട്ടുണ്ട്. അതും കൂടി വരികയാണെങ്കിൽ, ഹോർമസിന് പുറമെ ലെബനാൻ പ്രശ്നം കൂടി സങ്കീർണമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമാധാന പ്രക്രിയക്ക് തിരിച്ചടി ഏൽക്കും. പക്ഷേ അതിനെ മറികടക്കാൻ തിരക്കിട്ട ആശയവിനിമയമാണ് പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മേൽനോട്ടത്തിൽ ഇറാനും അമേരിക്കയുമായി ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സമാധാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ തിരിച്ചു വരും. അതെല്ലാം ചെറിയ ഒരു പിഴവിന്റെ പേരിൽ ഒരുപക്ഷെ ഈ ഹോർമസിൽ വീണ്ടും പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നൊരു ആശങ്ക കൂടി ഈ രാത്രിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മധ്യസ്ഥോ, ഏത് മധ്യസ്ഥ രാജ്യങ്ങൾ, എന്ത് പാകിസ്ഥാൻ, എന്ത് മറ്റേ ഈ രാജ്യങ്ങൾ, ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? മധ്യസ്ഥത്തിനും മധ്യസ്ഥ ആൾക്കാർക്കും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. സമാധാന രീതിയിൽ ജീവിതം പോകണം, സമാധാനപരമായി ബിസിനസ് നടക്കണം, സമാധാനപരമായി ലോകം മുന്നോട്ട് പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്, ഫാക്ട്സാണ്, സത്യമാണ്. സമാധാനം വേണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് എല്ലാവരുടെയും എന്താ പറയുന്നത്, വിഷാണ്. എല്ലാവർക്കും അതങ്ങനെ നടന്നിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ. പക്ഷേ ഇസ്രായേലിൻ്റെ വിഷയം, ലെബനനിലുള്ള ആക്രമണം, ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ യുദ്ധക്കൊതി, ഈ 3 കാര്യങ്ങളും ലോകത്ത് ഉള്ള കാലത്തോളം സമാധാനം നോ ചാൻസ് അറ്റ് ഓൾ. ഇതാണ് സത്യം. വാക്കുകൊണ്ട് ഒരു അഗ്രിമെൻറ്റിൽ സമാധാന ട്രീറ്റി, മറ്റേ ട്രീറ്റി, മറിച്ചെന്നെല്ലാം പലതും എഴുതി വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഇറാൻ മുട്ടുകുത്തിയെന്ന് അമേരിക്കക്ക് ജയിന്ന് പറയണം. അത് ഇറാൻ ഒരിക്കലും പറയത്തുമില്ല. ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്ന സംഭവം ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ കലുഷിതമാകാനേ പോകുന്നുള്ളൂ. ഒരു തരത്തിലും ഇതൊരു മീഡിയേഷൻ കൊണ്ടോ ഒരു പീസ് ടോക്ക് കൊണ്ടോ ഒന്നും തീരാൻ പോകുന്നില്ല. ഒന്നുകിൽ ഇറാൻ ഫുൾ ഫിനിഷ് ആവണം, അല്ലെങ്കിൽ ഇസ്രായേൽ ഫുൾ ഫിനിഷ് ആവണം, അല്ലെങ്കിൽ അമേരിക്ക ഫുൾ ഫിനിഷ് ആവണം. അല്ലാതെ ഈ ഒരു വിഷയത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒന്നുകിൽ അമേരിക്ക പറഞ്ഞ വാക്ക് പാലിക്കണം, അല്ലെങ്കിൽ ഇറാൻ അവരുടെ സ്റ്റാൻഡ് മാറ്റിക്കൊണ്ടിരിക്കണം. ഇറാൻ ഒറ്റ സ്റ്റാൻഡാണ്. ഹോർമൂസ് ആർക്കും വിട്ടുതരില്ല, ലെബനാൻ ആക്രമിക്കാൻ ആരെയും വിടില്ല. ഇതാണ് ഇറാൻ്റെ സ്റ്റാൻഡ്. അമേരിക്ക ആണെങ്കിലോ, ഹോർമൂസ് ഞങ്ങൾ തീരുമാനിക്കും,
ലബനൻ നമുക്ക് നോക്കാം, ഇസ്രായേലോ ലബനൻ ആക്രമിക്കും ഷുവറായിട്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി കോൺട്രഡിക്ഷൻ ഉള്ള ഈ ഒരു ആൾക്കാർ നിലകൊള്ളുന്ന ഗ്രൂപ്പിൽ യുദ്ധം ഉണ്ടാകില്ല, അല്ലെങ്കിൽ യുദ്ധം നിൽക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ, അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ വിരാജിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും. ഞാനീ പറഞ്ഞ പോയിന്റ് മാത്രം ഓർമ്മിച്ചാൽ മതി. ലബനനിലുള്ള ഇസ്രായേൽ ആക്രമണം, ഹൊർമൂസിലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം, ഇറാൻ നിലപാടിൽ നിന്ന് ബാക്കോട്ട് പോകുന്നില്ല. ഈ 3 കാര്യങ്ങളുള്ള കാലത്തോളം യുദ്ധം തീരാനേ പോകുന്നില്ല. എന്ത് ചർച്ച ഉണ്ടായാലും, എന്ത് പീസ് ട്രീറ്റി ഉണ്ടായാലും, എന്ത് കോപ്പ് ഉണ്ടായാലും, ഈ 3 വിഷയങ്ങളുള്ള കാലത്തോളം, ലബനൻ, ഇസ്രായേൽ, USA ഇൻ ഹൊർമൂസ്, ഈ വിഷയങ്ങളുള്ള കാലത്തോളം ഒരു സമാധാനവും ആ വിഷയത്തിൽ, ആ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം അതാണ്. നമ്മൾ എങ്ങനെയെല്ലാം ആഗ്രഹിച്ചിട്ടും എങ്ങനെയെല്ലാം വളച്ചൊടിച്ചിട്ടും തിരിച്ചൊടിച്ചിട്ടും ഒന്നും പറയില്ല. ഇതിൽ പിന്നെ പല ആൾക്കാരും പല രീതിയിൽ പല കോണ്ടസ്റ്റിലും പറയും, ഇറാൻ്റെ മറ്റേ ആളെ കൊന്നു, ഇറാൻ്റെ കൊതന്യാവിനെ തട്ടി, അപ്പം അതുകൊണ്ട് അവർ നശിക്കാൻ പോവുകയാണ്, ഇറാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഒറ്റൊരു ചോദ്യത്തിൽ മാത്രം മറുപടി കിട്ടിയാൽ മതി. 4 ദിവസം കൊണ്ട് തീർക്കും ഇറാനെ എന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധമല്ലേ. ആ 4 ദിവസം കഴിഞ്ഞ്, 4 ആഴ്ച കഴിഞ്ഞ്, ഇപ്പം 4 മാസമായല്ലോ, ഇനി 4 വർഷം കഴിഞ്ഞാലും തീരുമോ? ബിക്കോസ് ആ രാജ്യം അത്രയും വലിയൊരു രാജ്യമാണ്. ജനങ്ങളാണെങ്കിൽ പറഞ്ഞ വാക്കുന്ന് ഒരു തരി ബാക്കോട്ട് പോകാത്ത ആൾക്കാർ. പിന്നെ എങ്ങനെ തീരുന്നതാണ് നിങ്ങളീ പറയുന്നത്? ഞാൻ നിങ്ങളും കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെയും വാങ്ങുന്ന സാധനങ്ങളുടെയും വില കൂടാന്നല്ലാതെ ഇവരുടെ യുദ്ധം കൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്തൊരു യുദ്ധം. വംശീയമായി അധിക്ഷേപിക്കാനും, അല്ലെങ്കിൽ അവർ ചത്തട്ടെ ഇവർ ചാകട്ടെ എന്ന് പല ആൾക്കാരും പല ഭാഗത്തുനിന്നും പറയും. വിഡ്ഢികൾ. മനുഷ്യനെ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു രക്തമാണ് ഒഴുകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത, മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മാത്രം കയ്പ് നീര് കുടിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ചില ആൾക്കാർ പറയും ഇറാൻ നശിക്കട്ടെ, അല്ലെങ്കിൽ അമേരിക്ക നശിക്കട്ടെ, ഇസ്രായേൽ നശിക്കട്ടെ. ആര് നശിച്ചിട്ടും അത് ലോകത്തിൻ്റെ നാശത്തിനുള്ളതാണ്. എല്ലാവരും നിലനിന്നുകൊണ്ട് സമാധാനം നിലനിൽക്കണമെങ്കിൽ എല്ലാവരും സഹവർത്തിച്ചുകൊണ്ട് നിലനിന്നാൽ മാത്രമേ സമാധാനം നിലനിൽക്കൂ എന്നുള്ള മിനിമം കാര്യമെങ്കിലും എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നന്നാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തോളട്ടെ. ഗുഡ് ബൈ. വീണ്ടും കാണും വരെ വണക്കം.